ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും മ്യാൻമയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ യൂണിഫോം വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ പിന്നെ മൗലവി കണ്ടപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങാനായിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതാ ലഞ്ച് ബോക്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ട്. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആണ് നോക്കുന്നത്. പിന്നെ മമ്മൂസിന് ഇതാ ബാഗൊക്കെ നോക്കുന്നുണ്ട്. ഈ ബാഗൊക്കെ നല്ല രസമുണ്ട് കാണാൻ. മമ്മൂസിന് സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവനും ബാഗൊക്കെ നോക്കി നിൽക്കുകയാണ്. സ്പൈഡർമാൻ്റെ തപ്പിയാണ് അവൻ നടക്കുന്നത്. അവിടെ പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് പേനയെല്ലാം ടെസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല പേന നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പിന്നെ പേനയെല്ലാം വാങ്ങിച്ചു. മമ്മൂസ് ഇതാ ക്ലേ എല്ലാം കാണിച്ചു തരണം, അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അവൻ ക്ലേയും കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുന്നുണ്ട്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ സമയമുണ്ട്. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പൊതിയൻ പേപ്പർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇതാ അവിടെ കുറേ ബോക്സസിന്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ പൗച്ച് ഉണ്ടായിരുന്നു. ഞാൻ ബോക്സ് ഒന്നും വാങ്ങിയില്ല, പൗച്ചാണ് നോക്കുന്നത്. പൗച്ചാണെങ്കിൽ കുറേ വെറൈറ്റി ഡിസൈൻസിലുള്ളതുണ്ട്. പിന്നെ ബാഗും കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാ കളക്ഷൻസ് ഒക്കെ നോക്കി നടക്കുകയാണ്. ബാഗെല്ലാം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. മമ്മൂസ് ഇതാ സ്പൈഡർമാൻ്റെ തപ്പി നോക്കാണ്. അങ്ങനെ കുറേ നേരം അവിടുന്ന് അല്ലറ ചില്ലറ സംഭവങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. ഞാൻ +1 ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂള് June 2 തുടങ്ങില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ തുറക്കുന്നത്. പിന്നെ മമ്മൂസിന് ഇക്കൊല്ലം pre-KG ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവന് June 2 വീക്കൊക്കെ ആകുമ്പോഴാണ് ക്ലാസ് തുടങ്ങുള്ളൂ. പിന്നെ ആ സ്ലൈഡ്, ബുഷ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, സ്ലൈഡൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കമ്മലിൻ്റെ കളക്ഷനൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മിററൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് അല്ലറ ചില്ലറ സംഭവങ്ങളെല്ലാം വാങ്ങി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ നോട്ട്ബുക്ക് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യൂണിഫോം വാങ്ങിക്കാനായിട്ട് പോയത്. എറണാകുളത്തുള്ള ഫോർമോസ്റ്റിലാണ് യൂണിഫോം വാങ്ങാൻ പോയത്. അവിടുന്ന് പിന്നെ ഞാൻ യൂണിഫോം എല്ലാം ട്രയലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ചുരിദാറും പിന്നെ അതിൻ്റെ കോട്ടും മാത്രമേ അവിടുന്ന് വാങ്ങിയുള്ളൂ. പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തത്. പാൻറ്റ് വാങ്ങുകയാണെങ്കിൽ വള്ളിയാണ്, പിന്നെ പോക്കറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പാൻറ്റ് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടുത്തെ ബോട്ടിലിൻ്റെ കളക്ഷനൊക്കെ കണ്ട് ഞെട്ടി. അങ്ങനെയല്ല, ബോട്ടിലിൻ്റെ കളക്ഷൻ എല്ലാം നല്ലപോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രൈസ് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. പൈനാപ്പിൾ അങ്ങനെ ഓരോ ബോട്ടിലൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ പ്രൈസൊക്കെ നോക്കി തിരിച്ച് അവിടെ തന്നെ വെക്കുന്നുണ്ട്. മിക്ക ബോട്ടിൽസിനും 1000 above ആണ്. അത് കുഞ്ഞു പിള്ളേരുടെ ബോട്ടിൽസിന്. നമ്മുടെ ഇത് അവിടെ ഒരു തോക്ക് പോലത്തെ ബോക്സ് എടുത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ നോക്കി. ഇത് എങ്ങനെ തുറക്കണമെന്ന് എനിക്കറിയില്ല. പകുതി മാത്രം ഞാൻ തുറന്നു. ഫ്ലാസ്ക് പോലത്തെ ഒരു മോഡലാണ്. പിന്നെ ഈ ഒരു കുഞ്ഞ് ബോട്ടിലുണ്ട്. ഇതിൻ്റെ റേറ്റ് കണ്ടാൽ ഞെട്ടും. 1775 അങ്ങനെ എന്തോ ആണ്. ഇത് ചുമ്മാ ഇതുപോലെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ സ്ട്രോ പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ മെക്കാനിസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ടവലൊക്കെ നോക്കുന്നുണ്ട്. ടവലൊന്നും വാങ്ങിയില്ല. ഈ ഒരു ഏരിയയിൽ ടവലാണെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ അവിടെ ബെഡ്ഷീറ്റൊക്കെ ആയിരുന്നു. പിന്നെ ബില്ല് ചെയ്യാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. പിന്നെ അവിടുത്തെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെയായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഒരു പൈ ദോശ എന്ന് പറഞ്ഞൊരു കടയായിരുന്നു. അവിടെ ഫുള്ള് കുറേ വെറൈറ്റി ദോശകളുണ്ട്. ഞങ്ങൾ എന്തായാലും നെയ് റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു എഗ് ദോശ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങി. അങ്ങനെ എന്താ മമ്മൂസിന് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ വായിൽ വെച്ചപ്പോൾ അവൻ വാ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ദോശയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം. ബാക്ക് ടു സ്കൂളിൻ്റെ ഹോൾ വീഡിയോ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ കുറച്ച് ടെക്സ്റ്റാണ് നമ്മൾ ആദ്യം മൗലവിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബയോമാക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ ആയിട്ടുള്ള ടെക്സ്റ്റുകളുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കായിരുന്നു ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മിക്ക ടെക്സ്റ്റും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോട്ട്ബുക്ക് ഒരു സെറ്റ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ മാത്സിൻ്റെ നോട്ട്ബുക്ക് ഏതാണെന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്സിൻ്റെ നോട്ട്ബുക്ക് വാങ്ങിയില്ല. ഈ നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ആണ്. അപ്പോൾ നല്ല പേസ്റ്റൽ കളേഴ്സ് പോലത്തെ നോട്ട്ബുക്കാണ്.
ഒരു 12 എണ്ണമുള്ള സെറ്റായിട്ട് ഒരെണ്ണമാണ് വാങ്ങിയത്. മമ്മൂസ് ഇതാ ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞതാ ഇതുപോലെ ഒരു പാക്കറ്റ് A4 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് 100 എണ്ണമുള്ള ഒരു പാക്കറ്റാണ്. ഇതിങ്ങനെ ജിബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് എടുത്തിട്ട് അതിൽ തന്നെ തിരിച്ചു വെക്കാം. ഒരു 100 എണ്ണത്തിൻ്റെ സെറ്റേ വാങ്ങിയുള്ളൂ. പിന്നെ ഇതാ ലൈൻ ഇട്ട പേപ്പർ നമുക്ക് എക്സാം ടെസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. അപ്പോൾ അത് 100 എണ്ണം 120 എണ്ണം ഉള്ള ഒരു സെറ്റാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതാ മമ്മൂസിന് ക്ലേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ മറ്റേ ക്ലേ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ഇങ്ങനെ ഈ ഒരു ഡോംസിൻ്റെ ഒരു ക്ലേ ആണ് വാങ്ങിയത്. ഇതിൽ 6 ക്ലേയും പിന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ആ ഡോംസിൻ്റെ തന്നെ ഞാനൊരു ബ്രഷ് പെൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് പേസ്റ്റൽ കളേഴ്സാണ്. 12 കളേഴ്സോ 12 കളേഴ്സ് ഉണ്ട്. 12 പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 പെന്നുണ്ട്. ഇതിന് 200 രൂപ എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ എല്ലാ തവണത്തെയും പോലെ ബ്രൗൺ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം വാങ്ങിയുള്ളൂ. ഒരെണ്ണം കഴിഞ്ഞ വർഷത്തെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ പേപ്പറാണ് വാങ്ങിയുള്ളൂ. പിന്നെ നെയിം സ്ലിപ്പ് വാങ്ങിയില്ല. എനിക്ക് പ്ലെയിൻ നെയിം സ്ലിപ്പായിരുന്നു വേണ്ടത്. അത് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഈ പൗച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളിയും പെട്ടെന്ന് പേനയുടെ ഇങ്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയും. അതുകൊണ്ട് ഈ ഒരു പൗച്ചാണ് ഞാൻ എടുത്തത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതാ ഒരു സ്കെയിൽ വാങ്ങി, ഫെവി സ്റ്റിക്ക് വാങ്ങി, പിന്നെ കുറച്ച് പേന. ഞാൻ പല പല പേനയായിട്ടാണ് എടുത്തത്. എഴുതി നോക്കിയിട്ട് ഒരു 3 ടൈപ്പ് പേന എടുത്തു. ഈ ഒരു പേന 4 എണ്ണം, ബാക്കി 2 എണ്ണമായിട്ടാണ് എടുത്തത്. പെൻറ്റോണിക്കിൻ്റെ 2 എണ്ണം എടുത്തു. അത് നല്ല ഷെയ്ഡ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. എഴുതുന്നത് ബ്ലൂ ആണെങ്കിലും പല ഷെയ്ഡ് ഉണ്ട്. മമ്മൂസ് പിന്നെയും ക്ലേ കാണിക്കുന്നു പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ ഷേപ്പും പിന്നെ അതിൻ്റെ അക്സസറീസ് ഒക്കെ ഉണ്ട്. അവനിപ്പോൾ തന്നെ അത് പൊട്ടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ യൂണിഫോമാണ് വാങ്ങിയത്. യൂണിഫോമിൻ്റെ ചുരിദാർ വാങ്ങി, കോട്ടും പിന്നെ പാൻറ്റിൻ്റെ തുണി. അങ്ങനെ അത്രയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ബാഗ്, ലഞ്ച് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സ്കൂൾ തുറക്കണതിന് മുമ്പ് വാങ്ങിക്കണം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇത് മമ്മൂസിൻ്റെ ആണ്. ഡോംസിൻ്റെ മോഡലിംഗ് ക്ലേ. ഇത് ക്ലേ ആണ് കേട്ടോ. ഡോംസിൻ്റെ തന്നെ ബ്രഷ് പെന്നാണ്. ഇത് എൻ്റെ ആണ്. ഫുള്ള